ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. എർത്തിങ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ എർത്തിങ് കോൺഫിഗറേഷൻ്റെ വ്യത്യസ്ത ടൈപ്പ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് TN സിസ്റ്റം. ആ TN സിസ്റ്റത്തിൽ തന്നെ 3 കാറ്റഗറി പഠിച്ചു: TNC, TNCS ആൻഡ് TNS. അത് കഴിഞ്ഞ് നമ്മൾ TT മനസ്സിലാക്കി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ മാത്രമേ ശരിക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ IT കോൺഫിഗറേഷനെ പറ്റിയാണ് പറയുന്നത്. IT എന്ന് പറയുമ്പോൾ സോഴ്സിൻ്റെ സൈഡിൽ IT, ആദ്യത്തെ ലെറ്റർ അല്ലേ I. അപ്പോൾ സോഴ്സിൻ്റെ സൈഡിൽ Iയും എക്യുപ്മെൻ്റ് സൈഡിൽ Tയുമാണ്. എന്താണ് സോഴ്സിൻ്റെ സൈഡിൽ I മീൻസ് ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു. സോഴ്സിനെ നമ്മൾ എർത്ത് ചെയ്യുന്നില്ല, എക്യുപ്മെൻറ്റിനെ നമ്മൾ എർത്ത് ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള കോൺഫിഗറേഷൻ, IT കോൺഫിഗറേഷൻ നമുക്ക് പല സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലാണത് ആവശ്യമുള്ളത്, എന്താണ് ഈ കോൺഫിഗറേഷൻ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. IT സിസ്റ്റത്തിൽ നമ്മൾ സോഴ്സിനെ എർത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രലിനെ എർത്ത് ചെയ്യുന്നില്ല. ഒന്നുകിൽ ആ ഓപ്ഷൻ നമ്മൾ എടുക്കുക, അതല്ലെങ്കിൽ ഒരു ഹൈ ഇമ്പിഡൻസ് ഉണ്ട്, അതായത് വലിയൊരു ലോഡ് പോലെ അതിൻ്റെ ഇടയ്ക്ക് മീൻസ് ഒരു ഡയറക്റ്റ് എഫക്റ്റ്, ഭൂമിയുമായിട്ടൊരു ഡയറക്റ്റ് എഫക്റ്റ് വരരുത്. അപ്പോൾ ഒരു ഹൈ ഇമ്പിഡൻസ് 1000 ഓം അല്ലെങ്കിൽ 1500 ഓമിൻ്റെ വാല്യൂ ഉള്ള ഒരു ഇമ്പിഡൻസിനെ ആ എർത്ത് പാത്തിൽ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു അൺഎർത്തഡ് സിറ്റുവേഷൻ പോലെ വരും, എർത്ത് ചെയ്യാത്തൊരു സിറ്റുവേഷൻ പോലെ വരും. ഈ ഹൈ ഇമ്പിഡൻസ് കണക്ട് ചെയ്യുന്നതിന് വേറെ ചില റീസൺ ഉണ്ട്, അത് പുറകാലം ഞാൻ പറയാം. അപ്പോൾ ഇതാണ് സോഴ്സ് അൺഎർത്തഡ് ആയിരിക്കും. ഇനി ലോഡ് സൈഡിൽ നമ്മൾ എർത്ത് ചെയ്യും, സാധാരണ പോലെ നമ്മൾ TTയിലൊക്കെ ചെയ്തതുപോലെ നമ്മൾ എർത്ത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ലീക്കേജ് വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സോഴ്സിലേക്ക്, നേരത്തേക്ക് നമ്മൾ പ്രൊട്ടക്റ്റ് എർത്തിങ് വഴി അല്ലെങ്കിൽ ഒരു റിട്ടേൺ സോഴ്സിലേക്ക് പോകുമായിരുന്നു. ഇവിടെ നമുക്ക് അൺഎർത്തഡ് ആണ്, സോഴ്സിലേക്ക് റിട്ടേൺ പോകുവാനായിട്ടുള്ള വഴിയില്ല. അപ്പോൾ ഇവിടെ കറണ്ട് കൂടിയാലും ഇത് ട്രിപ്പായി അല്ലെങ്കിൽ കറണ്ട് കട്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സപ്ലൈയുടെ കണ്ടിന്യൂറ്റി കിട്ടും. അങ്ങനെ സപ്ലൈയുടെ കണ്ടിന്യൂറ്റി ആവശ്യമുള്ള പല സാഹചര്യങ്ങളും നമുക്കുണ്ട്. ഉദാഹരണം, ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മൈനിൽ കറണ്ട് ഒരു കാരണവശാലും കട്ടാകരുത്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കാം. പിന്നെ ജനറേറ്റർ, നമുക്കൊരു മൊബൈൽ ജനറേറ്റർ ഉപയോഗിക്കുന്ന ഒരു കേസിലൊക്കെ നമുക്ക് ഈ സിസ്റ്റം അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ IT സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളിൽ റിലയബിളുമാണ്, ഗുഡ് സെക്യൂർഡുമാണ്. പക്ഷേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ലിമിറ്റഡ് ഏരിയയിലാണ്. മീൻസ് ലൈൻ കൂടുതൽ ലോങ് ആകരുത്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് ഏരിയ, അല്ലെങ്കിൽ മൈൻ എന്ന് പറയുമ്പോൾ മൈനിൻ്റെ അകത്ത് ഒരു ഏരിയ, അങ്ങനെയുള്ള ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ ഈ IT നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണെന്ന് വെച്ചാൽ, കൂടുതൽ ലെങ്തി, സപ്പോസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈനോ അങ്ങനെ എന്തെങ്കിലും ലെങ്തി ആയിട്ടുള്ള ഒരു ലൈൻ ആണെങ്കിൽ അവിടെ ഒരു കപ്പാസിറ്റീവ് എഫക്റ്റ് വരും. കാരണം ഇത് പ്രോപ്പർലി എർത്തഡ് അല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഭൂമിയും ലൈനുമായിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ട് ഒരു കപ്പാസിറ്റി എഫക്റ്റ് വരികയും നമ്മുടെ ഈ സിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും ഇത് ലോങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊന്നും ഈ സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അൺഎർത്തഡ് സിസ്റ്റത്തിൻ്റെ 2 മരങ്ങളൊക്കെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അവിടെ ഫസ്റ്റ് ഫോൾട്ട് വരുന്ന കാര്യം പറഞ്ഞു. ആദ്യത്തെ മരം ഒരു ലൈനിൽ ഒരു ഫേസിൽ തട്ടുന്നു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോൾട്ട്, അതായത് രണ്ടാമത്തെ മരം വേറൊരു ഫേസിൽ തട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ഈ IT സിസ്റ്റത്തിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ചില ഡേഞ്ചറസ് സമയങ്ങളുമുണ്ട്. നമ്മളിത് അൺഎർത്തഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, പക്ഷെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫോൾട്ട് വരെ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് ഫോൾട്ട് കഴിഞ്ഞാൽ
ഈ സെക്കൻഡ് ഫോൾട്ട് വരുന്ന, അതായത് രണ്ടാമത്തെ ഫോൾട്ട് വരുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത തരത്തിൽ സെക്കൻഡ് ഫോൾട്ട് വരെ നമുക്ക് എത്തിക്കാം. അതിനകത്ത് വെച്ച് നമ്മൾ ഈ പർപ്പസ് തീർക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചില ക്രിട്ടിക്കലായിട്ടുള്ള ചില മൊമെന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ IT സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതിന് സ്ട്രോങ് ആയിട്ടൊരു മെയിൻ്റനൻസ് ടീം ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ ഇവിടെ ഞാൻ ഈ സോഴ്സ് കാണിച്ചല്ലോ, ഈ സോഴ്സിൽ സാധാരണ ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു UPS ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആ UPSൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഈ സെക്കൻഡറി സൈഡിൽ, അതായത് ലോഡ് കണക്ട് ചെയ്യുന്ന സൈഡിൽ ഈ പറഞ്ഞ പോലെ എർത്ത് ചെയ്യാത്ത ഒരു സിസ്റ്റമായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ എർത്ത് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഈ ഫോൾട്ട്, അതായത് എന്തെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിന് നോട്ട് ചെയ്യത്തക്കണം, അതിൻ്റെ മോണിറ്ററിങ് അറേഞ്ച്മെൻറ്റും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം. അത് ഞാൻ പ്രകാരം ഒരു പടത്തിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ്സിൽ ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 732-3043 ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇമ്പഡൻസ് വെച്ച് എർത്ത് ചെയ്തിരിക്കുന്നതാണ്. പിന്നീട് ഓരോ എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റലേഷൻ പ്രത്യേകിച്ച് എർത്ത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ്സ് എല്ലാം എർത്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും വരുന്നില്ല. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് പറഞ്ഞാൽ അവിടെ മുകളിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ അവർ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. ശരിക്കും ഒരിക്കലും ഈ സിസ്റ്റം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതാണൊരു മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഈ സ്നൈഡറിന്റെ സൈറ്റിൽ നിന്ന് ജസ്റ്റ് എന്താണ് ഈ സംഗതി എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ 1, 2, 3, 4, 5 ആ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്പർ 1 ഒരു വോൾട്ടേജ് ലിമിറ്റർ. നമ്പർ 1 ഒരു വോൾട്ടേജ് ലിമിറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടിയും കുറയും വരാത്ത തരത്തിൽ ഒരു ലിമിറ്റ്, നമ്മളെ സാധ്യ പ്രൊട്ടക്ഷൻ പോലെ ഒരു ഡിവൈസ് 1. പിന്നെ 2 അതിൻ്റെ റെസിസ്റ്റർ. ജസ്റ്റ് ഞാനൊരു പടം കാണിക്കുന്നേ ഉള്ളൂ, പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു ക്ലാസ്സിനകത്ത് എടുക്കണമെന്നുണ്ട്. പിന്നെ അത് പ്രകാരം നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ മൂന്നാമത്തത് ഈ എർത്ത് മോണിറ്റർ, ഫോൾട്ട് ഇൻസുലേഷൻ മോണിറ്റർ. പിന്നെ 4 അതിൻ്റെ ബ്രേക്കർ. ജസ്റ്റ് ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഞാൻ ഈ 1, 2, 3 മാത്രം ഒന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു മോണിറ്ററിങ് വേണം, അവിടെ ഇൻസുലേഷൻ മോണിറ്ററിങ് വേണം. പിന്നെ ഈ 5 എന്ന് പറഞ്ഞ നമ്പറും ഉണ്ട്. ഈ 5ലാണ് നമ്മൾ ഈ ഫസ്റ്റ് ഫോൾട്ടൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 5 എന്ന് പറഞ്ഞാൽ വിത്ത് ഡിവൈസ്, അതായത് ജസ്റ്റ് ആ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇത് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടെ ഉള്ള കുറച്ച് ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് പ്രകാരം എടുക്കാം. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുക എന്താണ് ഈ ഇൻസുലേഷൻ മോണിറ്ററിങ് എന്നുള്ള തരത്തിൽ. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാ തരത്തിലുള്ള കോൺഫിഗറേഷൻസും ഒന്ന് കമ്പൈൻ ചെയ്ത് കാണിച്ചിരിക്കുക. നമുക്ക് പെട്ടെന്നൊരു ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കണം, അതാണ് ഒരു പർപ്പസ്. ഇപ്പോൾ ആദ്യത്തെ ഡയഗ്രത്തിൽ കണ്ടില്ലേ, ഇവിടെ ഞാൻ 3 ഫേസ്, ഞാൻ ഇതൊരു ഫേസ്, 3 ഫേസും കാണിച്ചിട്ടുണ്ട്, താഴെ ന്യൂട്രലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രലിൽ നിന്ന് ഇങ്ങനെ എടുത്തിരിക്കുന്നുണ്ട്, നമുക്ക് ന്യൂട്രൽ ആണെന്ന് മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇൻ കേസിൽ അവിടെ എന്നെന്ന് എഴുതിയിട്ടില്ലെങ്കിലും നമ്മളത് ന്യൂട്രലായിട്ട് മനസ്സിലാക്കണം. ഒരു കോൺഫിഗറേഷൻ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കണം. പിന്നീട് ആ ന്യൂട്രല് അല്ലെങ്കിൽ അവിടുന്ന് തന്നെയാണ് നമുക്കിവിടെ ന്യൂട്രലും എടുത്തിരിക്കുന്നത്, അതിൻ്റെ എർത്തിങ്ങും എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് TNC ആണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക, ഇവിടുന്ന് തന്നെയാണ് നമുക്ക് ഒരൊറ്റ കണ്ടക്ടറേ നമ്മുടെ സോഴ്സിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ആ കണ്ടക്ടർ എന്ത് പറയുന്നത്, പെൻ കണ്ടക്ടർ എന്ന് പറയുന്നു. പ്രൊട്ടക്റ്റീവ്, എർത്ത്, ന്യൂട്രലും കൂടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓരോ എക്യുപ്മെന്റിലേക്കും നമ്മൾ ന്യൂട്രലും എടുക്കുന്നു, എർത്തും എടുക്കുന്നു, അത് പ്രൊട്ടക്റ്റീവ് എർത്തിങ് എടുക്കുന്നു. അപ്പോൾ എക്യുപ്മെന്റിൽ കൊണ്ടുവന്നിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് TNC ആണ്, രണ്ടാമത്തത് TNC തന്നെയാണ്, അത് സിംഗിൾ ഫേസ് ലോഡ് ആണെന്ന് മാത്രം. ഇനി മൂന്നാമത്തെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്, സോഴ്സിൽ നിന്നും ഒരു ലൈൻ വരുന്നുണ്ട്. എന്നിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എടുത്തിട്ട് നമ്മുടെ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രിമൈസസ് എത്തുന്നതിന് മുൻപ് തന്നെ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടക്ടറാണ് വന്നിട്ട് നമ്മുടെ ഒരു കൺസ്യൂമറുടെ
എൻട്രൻസ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തന്നെ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ടാണ്? ന്യൂട്രലായിട്ടും പ്രൊട്ടക്റ്റീവ് എർത്തിങ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നേരത്തെ ലെഫ്റ്റ് സൈഡിൽ TNC-യിൽ ഓരോ എക്യുപ്മെന്റിനുമാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇൻസുലേഷനെ മൊത്തമായിട്ടും ആ എൻട്രി പോയിന്റിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഇത് TNCS ആണ്. ഞാൻ ആ പേരൊക്കെ അങ്ങ് മാറ്റിയിരിക്കുക, ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പൊ ഇത് TNCS ആണ്. ഇനി ഏറ്റവും താഴത്തെ ഡയഗ്രം നോക്കാം. അത് പ്രത്യേകിച്ച് ഒരു സംശയം വരുന്നില്ല, കാരണം സോഴ്സിൽ നിന്ന് തന്നെ 2 ലൈനും വരുന്നുണ്ട്. അപ്പൊ എന്താ? TNS, സെപ്പറേറ്റ് വരുന്നുണ്ട്. അതിന് നമ്മൾ TNS എന്ന് പറയുന്നു. ഇനി അടുത്ത ഡയഗ്രം നോക്കുമ്പോൾ സോഴ്സ് എർത്തഡ് ആണ് അല്ലെ, സോഴ്സ് എർത്തഡ് ആണ്. പിന്നെ ന്യൂട്രൽ കണ്ടക്ടർ വരുന്നുണ്ട്, ഈ എക്യുപ്മെന്റ് എർത്തഡ് ആണ്. മീൻസ് അത് തമ്മിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എർത്തിങ്. ഈ സോഴ്സിൽ നിന്ന് നമ്മൾ യാതൊരു പ്രൊട്ടക്റ്റീവ് എർത്തിങ് ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട 3 സിസ്റ്റത്തിലും, അതായത് TN സിസ്റ്റത്തിന്റെ 3 എണ്ണം, ആ 3 എണ്ണത്തിലും നമ്മൾ പ്രൊട്ടക്റ്റീവ് എർത്തിങ്ങും കൂടെയാണ് സോഴ്സിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ടതിനകത്ത് പ്രൊട്ടക്റ്റീവ് എർത്തിങ് കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇതേതാണ്? TT. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്തായാലും IT തന്നെ ആയിരിക്കും അല്ലേ. അവിടെ നമ്മൾ ഒരു ഹൈ ഇമ്പിഡൻസ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു സിസ്റ്റം. ഓക്കെ, ഇത് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകണം. പിന്നെ അതുപോലെ ഒരു ന്യൂട്രലിനെ ഇവിടെ ഞാൻ TNS കാണിച്ചപ്പോൾ ന്യൂട്രൽ ലൈനും കൂടെ കാണിച്ചു. ഈ ന്യൂട്രൽ ഇല്ല എങ്കിൽ ആ ന്യൂട്രൽ ലൈൻ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഇല്ലെങ്കിലും അതെന്താണ്? TNS ആണെന്ന് മനസ്സിലാക്കുക. കാരണം അവിടെ നമ്മൾ ന്യൂട്രല് അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ അവിടുന്ന് വന്നെങ്കിലും നമ്മളവിടെ അത് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഇൻസുലേഷൻ സെപ്പറേറ്റ് നമ്മൾ എർത്ത് ചെയ്യുന്നു, സോഴ്സ് നമ്മൾ എർത്ത് ചെയ്യുന്നു. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക അത് TT ആണ്. അതേപോലെ TNS-ലായാലും അതുപോലെ ന്യൂട്രൽ നമ്മൾ ഉപയോഗിക്കണം എന്നില്ല. ക്ലിയർ ആയാലും? TNS ആയാലും TT ആയാലും ആ ന്യൂട്രൽ അല്ലെങ്കിൽ ഏത് സിസ്റ്റം ആയാലും ന്യൂട്രൽ നമ്മൾ ഉപയോഗിക്കണം എന്നില്ല. IT സിസ്റ്റത്തിന്റെ പ്രത്യേകതയും ഞാൻ പറഞ്ഞു. ഇവിടെ റൈറ്റ് സൈഡിൽ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഡയഗ്രം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു മീറ്റർ നമുക്ക് കാണാം. പിന്നെ സപ്ലൈ ഇങ്ങനെ വന്ന് കയറുന്നു അല്ലെ. സപ്ലൈ വന്നിട്ട് എർത്ത് ഇവിടുന്ന് തന്നെ നമുക്ക് സപ്ലയർ തന്നെ കൊടുത്തിരിക്കുക. പിന്നെ 2 വയറാണ് അകത്തേക്ക് കയറുന്നത്, ഈ മീറ്ററിലേക്ക് കയറുന്ന 2 വയർ. അപ്പൊ എന്തായാലും അത് ഫേസ് ന്യൂട്രൽ ആയിരിക്കും അല്ലെ. അവിടുന്ന് തന്നെ അത് പുറത്തോട്ട് വന്ന് കൺസ്യൂമർ കൊടുക്കുന്നു. അപ്പൊ ഫേസ് ന്യൂട്രലും വന്നു, ഒരു എർത്ത് കണ്ടക്ടറും വന്നു. അപ്പൊ ഇതേതായിരിക്കും? സെപ്പറേറ്റ് ആയിട്ട് എർത്തിങ് കൂടെ കൊടുത്തു, സെപ്പറേറ്റ് ആയിട്ട് ന്യൂട്രലും കൊടുത്തു. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് TNS ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാകണം. ഇനി നമ്മൾ ലൂപ്പ് ഇമ്പിഡൻസിന്റെ റോള് നേരത്തെ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ TN സിസ്റ്റത്തിലെല്ലാം പ്രൊട്ടക്റ്റീവ് എർത്തിങ് കണ്ടക്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ എർത്തിലേക്ക് കയറുന്നില്ല. അത് എർത്ത് എന്ന് പറഞ്ഞ മാസിലേക്ക്, ഭൂമിയിലേക്ക് നമ്മൾ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസിനായിട്ട് കയറുന്നില്ല. ലൂപ്പ് ഇമ്പിഡൻസിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടെ പറയുന്നില്ല, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് TN സിസ്റ്റത്തിൽ ഇതിന്റെ വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം എല്ലാം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഈ എർത്തും കൂടെ വരുന്ന ഒരു റോള് വരുന്നു. ഏതാണ് എർത്തും കൂടെ വരുന്നത്? TT സിസ്റ്റത്തിൽ അല്ലെ. TT സിസ്റ്റത്തിൽ വരുമ്പോൾ ഈ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് വരുന്നത് ഭൂമിയിലൂടെയാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി മാസിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ലൂപ്പ് ഇമ്പിഡൻസിന്റെ വാല്യൂ കൂടുതലായിരിക്കും. മീൻസ് ഈ എർത്തിന്റെ റെസിസ്റ്റൻസിന്റെ റോളും കൂടെ അവിടെ വരുന്നുണ്ട്. ഭൂമിയുടെ ഒരു അല്ലെങ്കിൽ ആ സർഫസിലെ സോൾ റെസിസ്റ്റിവിറ്റിയുടെ റോളും കൂടെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ TN സിസ്റ്റത്തിലുള്ളതുപോലെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് സിസ്റ്റം ഇതിൽ വർക്ക് ചെയ്യത്തില്ല, TT-യിലും IT-യിലും വർക്ക് ചെയ്യത്തില്ല. അതായത് ഇതിന്റെ വാല്യൂ ഇസഡിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന OCPD ഒക്കെ ട്രിപ്പ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് RCD കമ്പൽസറി ആണ് ഇതിൻ്റെ അകത്ത് ഈ സിസ്റ്റത്തിൽ. IT ഒരു പ്രത്യേക കാറ്റഗറിയാണ്. IT-യിലും വാല്യൂ കൂടുതലാണ്. പക്ഷേ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും ഈ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും അല്ല. എങ്കിലും അവിടെ വാല്യൂ കൂടുതലാണെന്നും OCPD ഇത് ട്രിപ്പ് ആകത്തില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. ട്രിപ്പ് ആകത്തില്ല എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ട്രിപ്പ് ആകത്തില്ല, അതൊന്നും മനസ്സിലാക്കാം.
അപ്പോൾ എർത്ത് ലൂപ്പ് ഇമ്പഡൻസിന്റെ എഫക്റ്റ് ഈ രണ്ട് സിസ്റ്റത്തിലെയും TN സിസ്റ്റത്തിലും അല്ലെങ്കിൽ TT സിസ്റ്റത്തിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞതാണ്. TT സിസ്റ്റത്തിൽ അല്ലെങ്കിൽ IT സിസ്റ്റത്തിൽ ഇതിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ IT എന്ന് പറയുന്ന ഈ എർത്തിങ് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പം നമ്മൾ IT മാത്രമല്ല, നമ്മൾ ഒരുവിധം ആ എല്ലാ കോൺഫിഗറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൽ ഇതിൻ്റെ ഓരോന്നിനെയും പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് എടുത്ത് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇറക്കുവാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിൽ ഈ നമ്മൾ ജസ്റ്റ് കോൺഫിഗറേഷൻ മാത്രം നമ്മൾ പഠിച്ചു പോയതല്ല, അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മൾ TNS നമ്മൾ പഠിച്ചു, പിന്നെ ഒരു PNB എന്ന് പറഞ്ഞൊരു പോയിന്റ് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കഴിഞ്ഞ ഈ 5 വീഡിയോകളും കൂടെ കാണുക. ഈ 6ാമത്തെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഈ 6 വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച ലിങ്ക് ഈ റെഫറൻസുകളാണ്. മെയിനായിട്ട് ഞാൻ ഈ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ഈ 2 സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചു, പിന്നെ നാഷണൽ ഇലക്ട്രിക് കോഡ് ഉപയോഗിച്ചു, പിന്നെ ഈ ഇന്റർനെറ്റ് ലിങ്കുകളിൽ ഒരുപാട് ഡേറ്റയും കൂടെ എടുത്താണ് നമ്മൾ ഇത് പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ ടെക്നിക്കൽ വീഡിയോസ് കിട്ടുവാനായിട്ട് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു.